മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്കാണ് ലോകം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. മാസങ്ങളായിട്ട് തുടരുന്ന ചോരക്കളിക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ള ബോർഡ് ഓഫ് പീസ് വഴി ചരിത്രപരമായിട്ടുള്ള ഒരു സമാധാന കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗാസയിലെ സായുധ പോരാട്ടം അവസാനിപ്പിച്ച ഹമാസും മറ്റ് എല്ലാ മിലിറ്റന്റ് ഗ്രൂപ്പുകളും തങ്ങളുടെ ആയുധങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ കംപ്ലീറ്റ് ഡിസാർമമെന്റിന് സമ്മതിച്ചു എന്നതാണ്. എന്നാൽ ഈ ചരിത്ര കരാറിന് തൊട്ടു പിന്നാലെ അണിയറയിൽ പുതിയ തടസ്സങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉന്നയിക്കുന്ന ആവശ്യങ്ങളും തെഹ്റാനിലെ പുതിയ നേതൃത്വം വഴി ഇറാന്റെ പ്രോക്സികൾ മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധനകളും എന്തൊക്കെയാണ്? ഈ 15 പോയിന്റ് സമാധാന പ്ലാനിൽ എന്താണുള്ളത് പരിശോധിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ മാസങ്ങൾ നീണ്ട മധ്യസ്ഥതയ്ക്കൊടുവിലാണ് ഹമാസ് ഈ കരാറിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ റോഡ് മാപ്പിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫേസ്ഡ് ഡിസാർമമെന്റ്, അതായത് ഘട്ടം ഘട്ടമായിട്ടുള്ള നിരായുധീകരണമാണിത്. ഗാസയിലെ വിവിധ മേഖലകളിൽ നിന്ന് ആയുധങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റേജ് ആയിട്ട് ശേഖരിക്കും. ഇനി ആയുധങ്ങൾ കൈമാറുന്നത് ആർക്കാണ്? ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ നേരിട്ട് ഇസ്രായേലിനോ മറ്റു വിഭാഗങ്ങൾക്കോ കൈമാറില്ല. പകരം ഗാസയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്ന ടെക്നോക്രാറ്റുകളുടെ സമിതിയായ നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ NCAG എന്ന സമിതിക്കാണ് നൽകുക. അടുത്തത് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റമാണ്. ഹമാസ് ആയുധങ്ങൾ കൈമാറുന്ന വേഗതയ്ക്ക് അനുസരിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് പിന്മാറും. അന്താരാഷ്ട്ര സമാധാന സേന ISF ഉണ്ടാവും. ഗാസയിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF എന്ന അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കും. ഇവർ പുതിയ പലസ്തീൻ പോലീസിന് പരിശീലനം നൽകുകയും ചെയ്യും. പതിറ്റാണ്ടുകളായിട്ട് യുദ്ധം ചെയ്യുന്ന ഇസ്രായേലും ഹമാസും തമ്മിൽ ഇനിയൊരു വിശ്വാസത്തിന് സാധ്യതയില്ല എന്ന് US അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് അല്ല, അതായത് വിശ്വാസമല്ല, അതായത് വാക്കുകളുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത് ഇത്. പകരം കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ മെക്കാനിക്സ് ഇതിലുണ്ട്. ഒരു സ്വതന്ത്ര ഇംപ്ലിമെന്റേഷൻ ആൻഡ് വെരിഫിക്കേഷൻ കമ്മിറ്റി രൂപീകരിക്കും. ഓരോ പ്രദേശത്തും ഹമാസ് പൂർണ്ണമായിട്ട് ആയുധം കൈമാറിയെന്ന് ഇവർ സർട്ടിഫൈ ചെയ്ത ശേഷമേ അടുത്ത സ്റ്റേജിലേക്ക് കടക്കൂ. ഒരു ഘട്ടത്തിൽ പാളിയാൽ കരാർ അപ്പോൾ തന്നെ സ്തംഭിക്കും. ഇത് കൂടാതെ തടങ്കലിലുള്ള ബാക്കി ബന്ദികളുടെ കൈമാറ്റവും ഗാസയിലെ തകർന്ന ടണലുകളുടെയും ആയുധ നിർമ്മാണശാലകളുടെയും പൂർണ്ണമായിട്ടുള്ള നിർവീര്യകരണവും ഈ പ്ലാനിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗാസയിൽ നിലവിലുണ്ടായിരുന്ന സ്വന്തം ഭരണകൂടത്തെ തന്നെ പിരിച്ചുവിട്ട് ടെക്നോക്രാറ്റ് സമിതിയായ NCAGക്ക് ഭരണം കൈമാറാൻ ഹമാസ് സമ്മതിച്ചത് വലിയൊരു മാറ്റമായിട്ട് അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നുണ്ട്. ഈ കരാറിലൂടെ ഹമാസ് ഗാസയിലെ ഭരണം പൂർണ്ണമായും ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന വെസ്റ്റ് ബാങ്ക് പലസ്തീനിയൻ അതോറിറ്റിക്ക് തൽക്കാലം ഗാസ ഭരണത്തിൽ റോൾ ഉണ്ടാകില്ല. ഭരണ പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ അവരെ പരിഗണിക്കൂ എന്നാണ് കരാറിലുള്ളത്. കരാർ വന്നെങ്കിലും കാര്യങ്ങൾ അത്ര സുഗമമല്ല. ഒന്നാമതായിട്ട് ഇസ്രായേൽ ഭാഗത്തു നിന്നുള്ള പ്രതികരണം തന്നെയാണ്. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് നൽകിയ പ്രസ്താവന വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് മുന്നോട്ട് വെച്ച 15 പോയിന്റ് പ്രപ്പോസൽ ഗാസയുടെ പൂർണ്ണ ഡീമിലിറ്ററൈസേഷൻ ഇസ്രായേൽ വെച്ച നിബന്ധനകൾ പൂർണ്ണമായി പാലിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഹമാസിനെ പൂർണ്ണമായി നിർവീര്യമാക്കാതെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറില്ല എന്ന വാശിയിലാണ് നെതന്യാഹു. രണ്ടാമതായിട്ട് ഇറാന്റെ നീക്കങ്ങളാണ്. മുൻ സുപ്രീം ലീഡർ അലി ഖമേനിയുടെ മരണശേഷം പുതിയ നേതൃത്വമായ മുസ്തഫ ഖമേനിയുടെ വക്താക്കളും ഇറാന്റെ പ്രാദേശിക പ്രോക്സികളും ഇതിൽ വലിയ ഉപാധികൾ വെച്ചിട്ടുണ്ട്. ഹമാസ് കൈത്തോക്കുകളും വ്യക്തിഗത പ്രതിരോധ ആയുധങ്ങളും സൂക്ഷിക്കാൻ അനുവദിക്കണമെന്നും അതുപോലെ തങ്ങളുടെ മുതിർന്ന നേതാക്കളെ വധിക്കുന്നത് ഇസ്രായേൽ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാ ആയുധങ്ങളും ഉപേക്ഷിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് USഉം ഇസ്രായേലും. ഇനി നിലവിലെ ഏറ്റവും പുതിയ യുദ്ധ സാഹചര്യം നോക്കുമ്പോൾ സമാധാന കരാർ പ്രഖ്യാപനം ഒരു വശത്ത് നടക്കുമ്പോഴും ഗാസയിലെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ഇറാഖിലും റെഡ് സീയിലും US സഖ്യസേന ശക്തമായ കാവൽ തുടരുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള വിപ്ലവ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം തടയാൻ സൗദി അറേബ്യയും അമേരിക്കയും സംയുക്ത നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തെഹ്റാനിൽ ഖമേനി കുടുംബത്തിന്മേൽ അമേരിക്കൻ സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ കടുപ്പിച്ചതോടെയാണ് ഹമാസിന്മേൽ വിദേശ ഫണ്ടിങ്ങിന്റെ സമ്മർദ്ദം ഏറുകയും അവർ ഈ നിരായുധീകരണ കരാറിലേക്ക് ചുവടുവെക്കുകയും ചെയ്തത്. പ്രധാന ചോദ്യം ഇതാണ്: വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് നിരപരാധികളുടെ ചോര വീണ ഗാസയിൽ ട്രംപിന്റെ ഈ ബോർഡ് ഓഫ് പീസ് കരാർ യാഥാർത്ഥ്യമാകുമോ? ഹമാസ് ആയുധങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുമോ? അതോ ഇസ്രായേലിന്റെയും ഇറാന്റെയും പുതിയ നീക്കങ്ങളിൽ ഈ ഒരു കരാർ തകരുമോ? ലോകം ഒന്നടങ്കം ഈ മണിക്കൂറുകളിൽ ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.